നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, റിംഗ് വാക്സിനേഷൻ ഈസ് ഓപ്ഷൻസ് given by a ring shaped machine, given to produce a ring shaped lesion, given around 200 yards of a case detected, given around a mile of case detected. വളരെ വലിയൊരു കൺസെപ്റ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. റിംഗ് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻഡെക്സ് കേസ് എന്ന് പറയുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇൻഡെക്സ് കേസ് എന്താണ്, പ്രൈമറി കേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പ്രൈമറി കേസ് ആദ്യമായിട്ട് വരുന്ന കേസാണ് എങ്കിൽ പോലും അത് ചിലപ്പോൾ ഹെൽത്ത് സ്പെക്ട്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഹെൽത്ത് സ്പെക്ട്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്ന ആദ്യത്തെ കേസിനെ നമുക്ക് ഇൻഡെക്സ് കേസ് എന്ന് പറയാം. അത്തരത്തിൽ നോട്ടിഫൈ ചെയ്യപ്പെടുന്ന കേസ് എവിടെയാണോ അതിന് ചുറ്റും ഒരു റിങ് പോലെ വരയ്ക്കുന്നു. അതിനൊരു ഒരു മാനദണ്ഡമുള്ളത് ഏകദേശം 200 യാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 180 ഒരു മീറ്റർ ആ ഒരു റേഞ്ച് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു റേഡിയസിൽ ഒരു റിങ് ഫോം ചെയ്യുന്നു. ആ റിങ് ഫോം ചെയ്തതിന് ശേഷം ആ സർക്കിളിൽ ആരൊക്കെയാണോ വരുന്നത്, ഏതൊക്കെ കുടുംബങ്ങളാണോ വരുന്നത്, അവർ ഹൈ റിസ്കിലാണെന്ന് കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ ഡിസീസിന് ഉപയോഗിക്കാമെന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ എബോളോ ആണെങ്കിലും അതേപോലെ തന്നെ COVID-19 ആണെങ്കിലും ഇൻഫ്ലുവൻസ ആണെങ്കിലും ഒക്കെ ഇത് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യങ്ങളാണ്. പിടിയിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ഫോക്കസിലുള്ള അല്ലെങ്കിൽ ഈ സർക്കിളിലുള്ള ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യുകയും ഒരു പക്ഷേ അവരെ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് സമയത്ത് ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസമായിട്ടുള്ള ഒരു വാക്സിനേഷൻ പ്രോഗ്രാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനെ ആ ഒരു ഏരിയയിൽ തന്നെ കണ്ടെയ്ൻ ചെയ്തെടുക്കാൻ പറ്റും, അവിടെ തന്നെ ഒതുക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. നിരവധി ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.